നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ മൂന്നാം തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. അവസാന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനോട് 12 റൺസിനാണ് മുംബൈ തോറ്റിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ 8 വിക്കറ്റിന് 203 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് 5 വിക്കറ്റിന് 191 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മുംബൈക്ക് കരുത്തുറ്റ താരനിര ഉണ്ടായിട്ടും ടീമിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല എന്നതാണ് വിഷമകരമായ കാര്യം. മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുകളിൽ വലിയ സമ്മർദ്ദം നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സൂപ്പർ നായകനെന്ന് പറയുമ്പോഴും ടീമിനെ ജയിപ്പിക്കാൻ ഇപ്പോൾ ഹാർദിക്കിന് സാധിക്കുന്നില്ല. ഇപ്പോഴിതാ ലക്നൌവിനെതിരായ തോൽവിയോടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രയാസമായിരിക്കുകയാണ്. ലക്നൌവിനെതിരെ 5 വിക്കറ്റും 16 പന്തിൽ 28 റൺസും നേടിയിട്ടും ടീമിനെ ജയിപ്പിക്കാൻ ഹാർദിക്കിന് സാധിക്കാതെ പോയി. ഇപ്പോഴത്തെ മത്സരത്തിന്റെ അവസാന ഓവറിലെ ഹാർദിക് പാണ്ഡ്യയുടെ നീക്കത്തിനെതിരെ ടീം ഉടമയായ ആകാശ് അംബാനി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശ് ഹാർദിക്കിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്തത്. അവസാന ഓവറിൽ 22 റൺസായിരുന്നു മുംബൈക്ക് ജയിക്കാനായി വേണ്ടിയിരുന്നത്. അല്പം പ്രയാസമുള്ള വിജയലക്ഷ്യമായിരുന്നു ഇത്. ഓവർ എറിയാനെത്തിയത് ആവേശ് ഖാൻ. ആദ്യ പന്ത് തന്നെ ഹാർദിക്ക് സിക്സർ പറത്തി. രണ്ടാം പന്തിൽ 2 റൺസും നേടി. എന്നാൽ മൂന്നാം പന്തിലും 4ാം പന്തിലും സിംഗിൾ എടുക്കാൻ അവസരമുണ്ടായിട്ടും ഹാർദിക്ക് ഇതിന് മുതിർന്നില്ല. പിന്നീട് 5ാം പന്തിൽ ഹാർദിക്ക് സിംഗിൾ എടുത്ത അവസാന പന്തിൽ സാൻഡർക്ക് സ്ട്രൈക്ക് നൽകുകയായിരുന്നു. ഹാർദിക്കിന്റെ ഈ നീക്കമാണ് ആകാശ് അംബാനിയെ ചൊടിപ്പിച്ചത്. എന്താണ് കാട്ടുന്നതെന്ന തരത്തിൽ ആകാശ് കൈകൊണ്ട് ആംഗ്യം കാട്ടുന്നതും TV റീപ്ലേകളിൽ പ്രകടമായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് പ്രകടനം ഗംഭീരമായിരുന്നു എങ്കിലും ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കാത്തത് നായകൻ എന്ന നിലയിലും ഒരു പ്ലെയർ എന്ന നിലയിലും വലിയ പിഴവായിട്ടാണ് ഫാൻസ് എല്ലാം കാണുന്നത്. ഇത്തവണ വലിയ അഴിച്ചുപണികളോടെ ശക്തമായ ടീമിനെ സൃഷ്ടിച്ചിട്ടും മുംബൈക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. മുംബൈ ഇന്ത്യൻസ് റൺ റേറ്റ് നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ ടീമിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് തിലക് വർമ്മയുടെ പ്രകടനമാണ്. ഇമ്പാക്ട് പ്ലെയറായി തിലക് 5ാം നമ്പറിലാണ് കളിക്കാൻ ഇറങ്ങിയത്. താരത്തിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാത്തത് മുംബൈയുടെ തോൽവിക്ക് വലിയ കാരണമായി. 23 പന്തിൽ 25 റൺസാണ് തിലക് നേടിയത്. 2 ബൗണ്ടറി മാത്രമാണ് താരം സ്വന്തമാക്കിയത്. തിലകിന്റെ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് മുംബൈയുടെ തോൽവിക്ക് കാരണമായി മാറുകയായിരുന്നു. മുംബൈയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ക്ലിക്കാകാത്തതും വലിയ തിരിച്ചടിയായി. വിൽ ജാക്സും റിയാൻ റിക്കിൾട്ടനും ചേർന്ന് നിരാശപ്പെടുത്തുന്ന തുടക്കമാണ് ഓപ്പണിംഗിൽ നൽകിയത്. രോഹിത് ശർമ്മയെ മാറ്റി നിർത്തിയിട്ടും മുംബൈയുടെ ഓപ്പണിംഗ് ക്ലിക്കാകുന്നില്ല. മുംബൈയുടെ ബോളർമാർ മികച്ചവരാണെങ്കിലും റൺസ് വിട്ടുകൊടുക്കാൻ മടി കാട്ടുന്നില്ല. ഇത് ടീമിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതകൾ ഏറെയാണെന്ന് തന്നെ പറയാം. മുംബൈയുടെ പേസ് ബോളർമാർ പവർ പ്ലേയിൽ നിരാശപ്പെടുത്തുകയാണ്. ട്രെന്റ് ബോൾട്ടും ദീപക് ചാഹറും മികച്ച ബോളർമാരാണ്. ന്യൂ ബോളിൽ വിക്കറ്റ് നേടിയെടുക്കാൻ കഴിവുള്ളവരുമാണ്. എന്നാൽ ലക്നൌവിനെതിരെ ഈ മികവ് കണ്ടില്ല. പവർ പ്ലേയിൽ ലക്നൌ നേടിയ റൺസ് വളരെ നിർണായകമായി. ഹാർദിക് പാണ്ഡ്യയുടെ 5 വിക്കറ്റ് പ്രകടനം മാറ്റി നിർത്തിയാൽ മുംബൈയുടെ ബോളിംഗ് പ്രകടനം പ്രതീക്ഷിച്ച ഒരു നിലവാരം കാഴ്ചവെച്ചില്ല എന്ന് തന്നെ പറയാം.